വെനിസ്വേലയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും അവരുടെ കിടക്കറയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു ഹരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വിചിത്ര മനുഷ്യൻ. അതുപോലെ അങ്ങേര് കാണിക്കുന്ന വട്ടിന് കണക്കും കയ്യുമില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന ഒരു റഷ്യൻ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ പോയി. എന്തെല്ലാം കാണിക്കുന്നതിന് എന്താണ് പേര് പറയേണ്ടതെന്ന് അറിയില്ല. ഇദ്ദേഹം കാണിക്കുന്നതിന് പുതിയ പേരിടേണ്ടി വരും. വട്ടെന്ന് പറഞ്ഞാലും പൊട്ടത്തരം എന്ന് പറഞ്ഞാലും പോരാ. തിരുവനന്തപുരത്ത് ഒരു വാക്കുണ്ട്, കുണ്ടിണികൾ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രാദേശികമായ വാക്കാണ്, സ്ലാങ്ങാണ്. ആ കുണ്ടിണികൾ കാണിച്ചുകൊണ്ടിരിക്കുക, അതിലൊരു ആഹ്ലാദം കണ്ടെത്തുക. ചിലപ്പോൾ ഈ പ്രായമായി കഴിയുമ്പോൾ ചില മനോരോഗങ്ങൾ മനസ്സിലെ ബാധിക്കും. അതിലൊന്നാണ് ഈ ഞരമ്പ് രോഗം. അതുമാതിരി ഒരു രോഗം ബാധിച്ചിരിക്കുക എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ വട്ടുപിടിച്ച അവസ്ഥയിൽ ഇന്ത്യയോട് കാണിച്ച ഒന്നാണ് ഇരട്ടി ചുങ്കം. 50% ചുങ്കം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പാടില്ല. എന്നിട്ട് അമേരിക്ക എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ട്രംപ് വിചാരിച്ചത് ഇപ്പോൾ ഇന്ത്യ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മോദി എന്നിട്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് മാപ്പിന് അപേക്ഷിക്കുമെന്ന്. അങ്ങനൊന്നും സംഭവിച്ചില്ല. ചുങ്കമെങ്കിൽ ചുങ്കം. നല്ല ആത്മാഭിമാനത്തോടു കൂടി നിന്നു ഇന്ത്യ നരേന്ദ്രമോദിയുടെ മേധാവിത്വത്തിൽ. അത് ഫലിക്കുക തന്നെ ചെയ്തു. അമേരിക്കയുടെ ഒരു സഹായവും ഇല്ലാതെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഇന്ത്യ കഴിഞ്ഞ വർഷത്തേക്കാൾ 1% സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഈ 1% എന്ന് പറയുന്ന കോടികളാണ്, ബഹുകോടികളാണ്, ശതകോടികളുടെ വളർച്ചയാണ് കയറ്റുമതി രംഗത്ത് ഉൾപ്പെടെ നേടിയത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തെ പ്രോജക്റ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് 7.4%. ലോകത്തൊരൊറ്റ രാജ്യത്തിനും അതിനടുത്ത് പോലുമില്ല. ലോകത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയിൽ താഴെയാണ്. ഇന്ത്യയുടെ ഈ അസാധാരണമായ നേട്ടം ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ. അങ്ങനെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി 50% ചുങ്കം ഇനിയും ഞാൻ കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ കരണക്കുറ്റിക്കേറ്റ കടുത്ത ഒരാഘാതമാണത്. കടുത്ത ഒരടിയാണ് ആ പ്രഹരം. അപ്പം ഇങ്ങനെ വിജയിയായിട്ട് വിലസുന്ന ട്രംപിൻ്റെ മുഖത്ത് തുടർച്ചയായിട്ട് അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മാത്രമേ ഉള്ളത് ചെയ്യാൻ. ബാക്കി രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ മൗഢ്യത്തോടു കൂടി ഇരിക്കുകയാണ്. അതിലിപ്പോൾ അടുത്തതായിട്ട് വെനിസ്വേലയ്ക്ക് പുറമെ കടന്നു കയറുമെന്ന് പറഞ്ഞ കൊളംബിയ മാത്രമാണ് ഒരല്പമെങ്കിലും ചങ്കൂറ്റം കാണിച്ചിട്ടുള്ളത്. ഗുസ്താവോ പെട്രോ എന്ന് പറയുന്ന അവിടുത്തെ മേധാവി പറഞ്ഞത്, ചുണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ട്രംപേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നോർത്ത് കൊറിയ ഒരു വാക്ക് പറഞ്ഞു. അത് പിന്നെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഉടനെ അല്ല. ഈ നോർത്ത് കൊറിയയോട് ഇങ്ങനെ എങ്ങാനും കാണിച്ചാൽ അമേരിക്കയുടെ നടുക്ക് ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴും അതിനുള്ള ശക്തി അവർ സമാഹരിച്ച് വെച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല, പേടിയുണ്ട്. ഈ നനഞ്ഞടം കുഴിക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നനഞ്ഞടം കുഴിക്കുന്ന പരിപാടി. അപ്പോൾ ആ പരിപാടിയെ ഇന്ത്യ അങ്ങ് പൊളിച്ചു കൊടുത്തു. ഇന്ത്യക്ക് നേരിട്ടുള്ള യുദ്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, സാമ്പത്തികമായിട്ടുള്ളൊരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഫിനാൻഷ്യൽ വാർ. ചുങ്കപ്പിഴ. പിഴ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശിക്ഷയാണല്ലോ. പിഴ. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അതിൻ്റെ ഫലം അമേരിക്കക്കാരും തുല്യമായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. ആ സ്ഥിതിയിൽ നമ്മളാക്കി. അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക, കാപ്പി വേണേ, തേയില വേണേ, അതിൻ്റെ ചുങ്കം കുറയ്ക്കണേ എന്ന് പറഞ്ഞാൽ അവർ തന്നെ നിലവിളിച്ചു. അത് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആ തരത്തിൽ തിരിച്ച് അങ്ങോട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ലോകമാകമാനം അമേരിക്ക മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. ആ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യ ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ഇങ്ങനെ കയറ്റുമതി നടത്താനുള്ള കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡുമായിട്ട് നമ്മൾ സമഗ്ര കരാർ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ചില രാജ്യങ്ങളുമായിട്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളത് ഇപ്പോൾ ഉടനെ ഫലത്തിൽ വരുന്ന രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മൾ കച്ചവടം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജർമ്മൻ ചാൻസലർ ഉടനെ തന്നെ ഭാരതത്തിൽ വരുന്നു. അങ്ങനെ ഈ ഒരു അമേരിക്കയെ മാത്രം കണ്ടുകൊണ്ടല്ലല്ലോ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു ദാർഢ്യത്തോടു കൂടി മൻമോഹൻ സിംഗിനെ പോലെ അമേരിക്കയിൽ പോയി നിന്ന് വിറയാർന്ന കൈകളോടുകൂടി കൂപ്പി തൊഴുതും ഇണ്ടാതെ ഇങ്ങനെ നമിച്ച് നമ്മുടെ ഇന്ത്യക്കാരെക്കുറിച്ച് പൊതുവേ പറയുന്ന ഒരു കാര്യം ബ്രൂഡിങ് ഷോൾഡേഴ്സ് എന്നാണ്. തോളും കുനിച്ചുകൊണ്ടാണ് സാഹിബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്. ബ്രൂഡിങ് ഷോൾഡേഴ്സ്, തോളും കുനിച്ച് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമില്ലാതെ, ആത്മവിശ്വാസമില്ലാതെ ഉള്ള നിൽപ്പ്. ഒരിക്കലും അങ്ങനെ നിൽക്കാത്ത ഒരാൾ നരേന്ദ്രമോദി.
നെഞ്ച് വിരിച്ചുകൊണ്ട് തന്നെ ഇരട്ട ചങ്കോടുകൂടി തന്നെ ചങ്കൂറ്റത്തോടുകൂടി ആ രാഷ്ട്രങ്ങൾക്കെല്ലാം മുമ്പിൽ ചെന്ന് നിന്ന് നല്ലൊരു ബാർഗൈനറായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് പകരം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രനാഥനാണ് നരേന്ദ്രമോദി എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയല്ല, ഫലിപ്പിച്ചിരിക്കുകയാണ്. ഈ വാചകോടി മാത്രമല്ല, ട്രംപിനെ പോലെ ഞാനാണ് അവിടുത്തെ യുദ്ധം നിർത്തി ഇവിടുത്തെ യുദ്ധം നിർത്തിയതെന്നും പറഞ്ഞ് വാചാടാപം കൊണ്ടല്ല നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കാണിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും മികച്ച പ്രകടനം. എങ്ങനെ ഇത് സാധിക്കുന്നു? അസാധാരണ ഒന്നാണ് കേട്ടോ. നമ്മുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 50% അമേരിക്കയിലേക്ക് ആയിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് അമേരിക്ക 50% ചുങ്കം നമുക്ക് ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ കയറ്റുമതി ഗണ്യമായിട്ട് കുറഞ്ഞു, അതിഗണ്യമായിട്ട് കുറഞ്ഞു, നേരെ പകുതിയിൽ താഴെയായിട്ട് കുറഞ്ഞു. ആ ഒരു പ്രതിസന്ധിയെ ഉജ്ജ്വലമായ കർമ്മശേഷി കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും നേരിടുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു രാഷ്ട്രത്തിൻ്റെ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇറ്റ്സ് എ മാജിക് എന്നുള്ളതല്ല പറയാൻ പറ്റില്ല. അതുപോലൊരു സംഗതിയാണ് നടന്നിരിക്കുന്നത്. ഇതെന്നാൽ ഞാനൊരു വലിയ കാര്യം കാണിച്ചെന്ന് വീമ്പിളക്കിക്കൊണ്ട് നടക്കാറുമില്ല. ഇന്ത്യ വളരുന്നു, ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് അല്ല തൻ്റെ മിടുക്കിനെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹം ട്രംപിനെ പോലെ ഇങ്ങനെ വിടുവ പറഞ്ഞുകൊണ്ട് നടക്കാറുമില്ല. അപ്പോൾ അത്തരത്തിൽ സെൽഫ് ബൂസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം ഒരു ആളൊന്നും അല്ലത്. ഇന്ത്യയുടെ നേട്ടങ്ങളെ ലോകം മുഴുവൻ വരച്ചു കാട്ടിക്കൊണ്ട് അതുകൊണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ വിലയുണ്ട്, നമ്മുടെ തലയ്ക്കൊരു വിലയുണ്ട്. പണ്ട് പശുക്കളെയും ആടുമാടുകളെയും പോലെ വടിയെടുത്തുകൊണ്ട് ഹട്ട് 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 എന്നും പറഞ്ഞ് നടക്കുന്ന അറബി ഇന്ന് നമ്മളെ കാണുമ്പോൾ ഒന്ന് നമിക്കുന്നുണ്ട്. അറബിയായാലും ഏത് വിദേശിയായാലും നമ്മളെ കാണുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറുമീനല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു അഭിമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ വളർച്ച കൊണ്ട് മാത്രമേ പറ്റൂ ഇന്നത്തെ ലോകക്രമത്തിൽ. അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ഒരുപക്ഷേ നമ്മൾ ഈ സാമ്പത്തിക സ്ഥിതിയിൽ പാകിസ്ഥാനെ പോലെ ആയിരുന്നെങ്കിൽ വെനിസുല എന്ന പോലെ ഇന്ത്യയിലേക്കും ആക്രമണം നടത്തിയതിനെയും ട്രംപ്. ഇന്നതിന് മുതിരില്ല. ചൈന മുതിരില്ല, പാകിസ്ഥാൻ മുതിരില്ല, ബംഗ്ലാദേശ് മുതിരില്ല. അതെന്താണ്? നമുക്ക് അതിനുള്ള ഒരു സോളിഡ് സ്ട്രക്ചർ, ഒരു ഘടന നമ്മുടെ ഇക്കണോമിക്ക് ഉണ്ടായിട്ടുണ്ട്. മസ്ബൂത്ത് റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിയാണ് നമ്മുടേത്. തൊടാൻ മടിക്കും, ആയുധശേഷിയിലും മോശമൊന്നുമല്ല. ഏത് രാജ്യത്തെ വേണമെങ്കിലും പ്രേരിക്കാനോ പിടിച്ചു നിൽക്കാനോ പറ്റിയ തരത്തിലുള്ള അത്തരം ഒരു മസിൽ പവറും ഇന്ത്യക്കുണ്ട്, ലങ് പവറും ഉണ്ട്. പറയേണ്ട കാര്യങ്ങളിൽ പറയുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്നൊന്നും തൊടാൻ പറ്റാത്ത ഒന്നാക്കി വളർത്തിയിരിക്കുകയാണ്. അതുപോലെ ഈ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സർവീസ് സെക്ടറിലാണ് ഏറ്റവും അധികം വളർച്ച കൈവരിച്ചിരിക്കുന്നതെന്നാണ്. അതുപോലെ കാർഷിക രംഗത്തെ വളർച്ചയും വളരെ മോശമല്ലാത്ത നിലത്തിൽ ഏകദേശം മെയിൻറ്റെയിൻ ചെയ്യാനല്ല, അല്പം വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വന്ന കണക്കാണ് ഈ ചുങ്കത്തിൻ്റെ പ്രഹരം നമുക്ക് ഏറ്റിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു ഈ പ്രോജക്റ്റഡ് ഗ്രോത്ത് റേറ്റ്. ഇത് അഡ്വാൻസ്ഡ് ഗ്രോത്ത് റേറ്റിൻ്റെ കണക്കാണ്. ഇതിൻ്റെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വരും. അത് ഇതിൽ നിന്ന് വളരെയൊന്നും വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. എന്തായാലും അഭിമാനകരമായിട്ടുള്ള ഒരു വളർച്ച നമ്മുടെ സാമ്പത്തിക മേഖല നേടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ സെക്ടറും പൊതുവെയും സർവീസ് സെക്ടർ ഏറ്റവും പ്രധാനമായിട്ടും നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.